ഷാൻ മുന്നാസ് ബ്ലോ. ഹാപ്പി ബർത്ത്ഡേ മുന്ന. രാവിലെ തന്നെ അമ്മച്ചിൻ്റെ സർപ്രൈസ് ഉണ്ടാക്കി. ഇത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ മദേഴ്സ് ഫ്രണ്ട്സുകൾക്കൊക്കെ കൊടുക്കാമല്ലോ. അങ്ങനെ ഹാപ്പി ആയിട്ടാണ് ആ മദേഴ്സ് കൊണ്ടത്. ഇക്കാക്ക് ടാറ്റ തന്നെ പോവാ. കുട്ടികൾക്ക് മുട്ടായി എടുത്തോ? ഒക്കെ കൊടുത്തോ? കാക്കുന്നു. ഇക്കാക്കും കാക്കും ഉമ്മച്ചിക്കൊക്കെ മുട്ടായി എടുത്തിട്ടോ. ഉമ്മച്ചി നല്ല അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിരുന്നു വന്നപ്പത്തിന്. അതാണ് കുടിച്ചു. എന്താ അതിൻ്റെ ടേസ്റ്റ്? ഒരട്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചാണ് കേട്ടോ ഗായ്സ്. ഇത് നല്ല അടിപൊളിയാണ്. പിന്നെ ഞാനും മെച്ചും കാക്കൂൻ്റെ അപ്പം പണിക്കാട്ട് പോയി. മഴ ഇത് ചോർന്നപ്പത്തിന് നല്ല തണുപ്പാണ് ബൈക്കുമ്പോൾ പോകാൻ. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റും കൊണ്ടുപോകാൻ. പാണ്ടിക്കാട് സ്റ്റാൻഡിലെത്തിയപ്പോൾ അമ്മച്ചി പറഞ്ഞു എനിക്ക് ഇഷ്ടമെല്ലൊക്കെ വാങ്ങിക്കുന്നു. അപ്പം ഞാൻ അമ്മച്ചനോട് ഓരോന്നിങ്ങനെ ആലോചിച്ച് പറഞ്ഞു. ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് നെറൂട്ട കാർഡാണ് കേട്ടോ. എനിക്ക് വാങ്ങുമ്പോൾ എന്തായാലും ഉക്കാക്കും വേണ്ടി വരപ്പോൾ എനിക്ക് ഉക്കാക്കും വാങ്ങും. പാണ്ടിക്കാട്ടിലെത്തിയാൽ ഈ നെറൂട്ട കാർഡിൻ്റെ ഒരു പാക്ക് വേണ്ടി. ഞങ്ങൾക്ക് നിറച്ച് അതിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അമ്മച്ചിന്നെ കാണാതെ ഒരു സർപ്രൈസ് വാങ്ങി. ബർത്ത്ഡേ ഏത് ഇതോ? ആണോ? ആ ഇതിലേതാ എനിക്ക് കളർ വേണ്ട? ഇക്കാക്കേതാ വേണ്ടതായാലേ? ആ റോട്ടിയൊക്കെ ഇനി എന്താണ്ട്? ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഇഷ്ടമല്ലേ വാങ്ങാം. അതാണ് എൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്ത് വാങ്ങാം. അപ്പം എന്തൊക്കെ ആയി? ഇനി എന്താ എനിക്ക് വേണ്ട? ഇതിലെന്തൊക്കെ കഥകളൊക്കെ ഉണ്ടാവുമോ? ആ എന്നാ കൂടി വാങ്ങിക്കോ. ഹാപ്പി ആയോ? ഇനി എന്താണ്ട്? ഇനി എന്താണ്ട്? ലേസോ വേറെ എന്തേലും ചെറിയ എന്തേലും മുട്ടായി ആണ് പോരെ? ഏതാണ്ട്? ഏത് വാട്ടർ തോക്കൊന്നും വേണ്ട. പിന്നെ വെറും വെള്ളം കളിയേക്കാരം അത് വേണ്ട. അതവിടെ ഒക്കെ എന്തൊക്കെ കിട്ടിയില്ലേ? ഓക്കെ ബിരിയാണി തിന്നാൻ പാടില്ല. പിന്നെ ഫ്രണ്ട്സുകളൊക്കെ വന്നിക്കണ അവർക്കൊക്കെ ഞാൻ മുട്ടായി എടുക്കണം.
പിന്നെ കുറേ നേരം പന്തളിച്ചു. ഏത് കേക്ക്? അതാ ഇഷ്ടം? മെച്ചി ഉണ്ടാക്കാൻ നോക്കട്ടെ, വെയ്ക്കോ നോക്കട്ടെ കേട്ടോ. ഉണ്ടാക്കാൻ ഞാനും അച്ഛനെ സഹായിച്ചുണ്ട്. അപ്പൊ നമ്മള് മുക്കി പഞ്ചസാര ഒരു കപ്പ് ഇതിക്കിടല്ലേ? പിന്നെ നമ്മൾ ഇതിക്കൊരു കപ്പ് മൈദ ഇട്ടു. പിന്നെ അതിക്കൊരു പാക്ക് ബൂസ്റ്റ് പൊടിയും പിന്നെ മച്ചി ബേക്കിംഗ് സോഡയും ഒക്കെ ഇടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് നല്ലോണം അളക്കി മിക്സ് ആക്കണ പണി ഇച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അളക്കിയിട്ട് ശരിയാണില്ല. പിന്നെ മച്ച് വാങ്ങിയത് ഞങ്ങൾ ഈ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാവും. ബട്ടർ പേപ്പറൊന്നുമില്ല. അപ്പം നിങ്ങൾ എണ്ണ കൊണ്ടാണ് കേട്ടോ. എണ്ണ ഒഴിച്ചാണ്ട് A4 പേപ്പർ വെച്ച് കാണും. സെറ്റായിട്ട് ഇനി ഇതിക്ക് പാരണം. കേക്ക് ഉണ്ടാക്കണ്ട. പിന്നെ ഞങ്ങൾ ചൂടായ ഓവനിൽ അത് കയറ്റി വെച്ചു. കേക്ക് അവിടെ കടന്ന് വേവട്ടെ. കേക്കൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിക്ക് ബിറ്റിംഗ് ക്രീം വീപ്പ് ചെയ്യണം. പിന്നെ ഞങ്ങൾ കേക്കിൻ്റെ മേലത്തേക്ക് നല്ലോണം തേച്ചു. ഉച്ചയ്ക്ക് എന്തൊക്കെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ ഇടലുണ്ട്. പാവൊക്കെ ഇട്ട് സെറ്റാക്കാൻ പറ്റും. എൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ കേക്ക് അടിപൊളിയാവണല്ലോ. ബർത്ത്ഡേ ആയിട്ട് നാൽക്കാക്ക് കൊടുക്കുന്നുണ്ട് സാധാരണ. നല്ല അടിപൊളി ഷവർമ കേട്ടോ മേടിച്ചെന്ന്. അപ്പോഴാണ് വെച്ചൊരു സർപ്രൈസ് കൊണ്ട് വരുന്നത്. നല്ലൊരു കുപ്പായിട്ടോ. എനിക്കിഷ്ടമായിട്ടേ ഈ കളറ്. ഞാൻ ആ കുപ്പായ അപ്പം തന്നെ ഇട്ടു. ഇപ്പം എങ്ങനെയുണ്ട്? എന്നെ കാണാൻ അടിപൊളിയായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ ഗൈസ് ഈ കുപ്പായം? അപ്പോഴാണ് കാക്കു ഉച്ചൊരു ഗിഫ്റ്റും കൊണ്ട് വന്നത്. എനിക്കിഷ്ടമായിട്ടത്. ഇത് നല്ല സന്തോഷമായിട്ടോ ഗൈസ് ഇത് കിട്ടിയപ്പോൾ. അപ്പോഴാണ് വെച്ച് കേക്ക് റെഡി ആയിരുന്നു വരുന്നത്. എന്താ കാണാനൊരു മുഞ്ചില്ലേ എൻ്റെ കേക്ക്. ഇപ്പം തിന്നാലൂടി എങ്ങനെയുണ്ട് നോക്കണ്ടേ. ഇപ്പം ഞമ്മക്ക് ഈ കേക്ക് കട്ട് ചെയ്യാൻ പോവാം. എന്തോന്നു തിന്നാൻ എങ്ങനെയായിരിക്കും? എടുക്ക് മുസ്തുഞ്ഞ. കേക്ക് വായിക്ക് വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഒരു പീസ് ഇക്കാക്കും കൊടുത്തു. പിന്നെ എല്ലാവർക്കും കൊടുക്കണ്ട കേട്ടോ. ഇനി ചിക്ക തന്ന സർപ്രൈസ് നിങ്ങൾ കണ്ടോളിട്ടോ.
ഇതാണ് സന്തോഷമായി. കിൻഡർ ജോയ് ഒന്ന് തിന്നട്ടോ. തിന്നു. ബർത്ത്ഡേ ആയിട്ട് രാത്രി മന്തിയാണ് ഉണ്ടാക്കിക്കുന്നത്. അടിപൊളി ബീഫ് മന്തിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.